പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ശഅബാൻ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ. അടുത്തയാഴ്ച കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. മാസപ്പിറവി ദർശിച്ചാൽ അടുത്ത ശനിയാഴ്ച റമദാനാണ്, അല്ലെങ്കിൽ ഞായറാഴ്ച. ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരാത്മപരിശോധന നടത്തുകയും കഴിഞ്ഞ കാല ജീവിതങ്ങളിലേക്ക്, നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ കൂടുതൽ ആത്മീയതയിലേക്കും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കും തിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. ബെല്ലും ബ്രേക്കുമില്ലാതെ ജീവിച്ച് കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ബ്രേക്കൊക്കെ ഇടാനും ഒരു തിരിഞ്ഞു നോട്ടത്തിനും ഒക്കെ സമയമായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വർഷവും നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ നൽകുന്ന വലിയ ഒരവസരമാണ് പരിശുദ്ധ റമദാൻ. അതിനെ ആ ഗൗരവത്തോടെയും സന്തോഷത്തോടെയും വരവേൽക്കാനും കഴിഞ്ഞ കാലം എങ്ങനെയായാലും ഈ റമദാൻ എനിക്ക് ഏറ്റവും പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരവസരമായി ഉപയോഗിക്കണം എന്നൊരു ദൃഢനിശ്ചയം നമ്മൾ നേരത്തെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നേരത്തെ നമ്മൾ ഒരുങ്ങണം, റമദാനിനു വേണ്ടി ഒരുങ്ങുക. പണ്ടൊക്കെ വീടും മറ്റൊക്കെ ആളുകൾ അടിച്ചേരി വൃത്തിയാക്കി കഴുകി ഒക്കെ അതിനുവേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ ഒരു ഒരുക്കം എന്നതോടൊപ്പം അന്നത്തെ ആളുകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലും, വീട്ടിലുള്ള ആളുകളൊക്കെ ഇനിയുള്ള നാളുകൾ നമ്മൾ റമദാനിലാണ് എന്നൊരു ചിന്തയിൽ അവർ മടങ്ങി വരാനൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട സംഗതി പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ജീവിതത്തിലെ സൂക്ഷ്മതയാണ്, തഖ്വ എന്ന് നമ്മൾ ചുരുക്കി പറയും. അത് നമ്മളുടെ പുറം ഭാഗം നോക്കി, ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് നോക്കിയിട്ടോ നമ്മളുടെ അടയാളങ്ങൾ നോക്കിയിട്ടോ ഒന്നും തീരുമാനിക്കേണ്ട സംഗതിയല്ല. അത് ഓരോ വ്യക്തികൾക്കും അവരുടെ മനസ്സുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു മഖ്ലൂക്കും ആരാണ് ഏറ്റവും തഖ്വയുള്ളവരായി ജീവിക്കുന്നത് എന്ന് അറിയാൻ കഴിയില്ല. കാരണം അത് പൂർണ്ണമായും മനുഷ്യന്റെ മനസ്സിൽ ഉള്ള ഒരു ബോധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ രൂപത്തിലേക്കൊന്നും അള്ളാഹു നോക്കുന്നില്ല, മറിച്ച് അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയമാണ് നന്നാകേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഹൃദയത്തിന്റെ ഭാഗത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, ഇവിടെയാണ് തഖ്വ ഉണ്ടാകേണ്ടത്. അപ്പൊ നല്ല നല്ല ഹൃദയത്തിന്റെ ഉടമകളായി മാറുക എന്നതാണ് നമ്മൾ ഏറ്റവും സുപ്രധാനമായി ഉണ്ടാകേണ്ട സംഗതി. നല്ല ഹൃദയത്തിന്റെ ഉടമകളായി മാറുക എന്നതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും ഓരോ അർത്ഥമാണ്. നല്ല ഹൃദയത്തിന്റെ ഉടമയായി മാറുക എന്നുള്ളതിന് ഭൗതികവാദികൾക്കൊരാശയം ഉണ്ടാകും. അതല്ലെങ്കിൽ മതമില്ലാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾക്കോ ഒക്കെ മൊത്തത്തിൽ മനുഷ്യർ എന്നുള്ള നിലക്ക് നല്ല ഹൃദയത്തിന്റെ ആളുകളായി മാറുക, സൂക്ഷ്മതയുള്ള ഹൃദയത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ പല രീതികളുണ്ടാവും. പക്ഷേ വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയുള്ള ഹൃദയത്തോടു കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അവനവനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സൂക്ഷ്മതയും പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്.
അതുകൊണ്ട് ഉദ്ദേശിക്കണം. തഖ്വ എന്നുള്ള പദം അത് യഥാർത്ഥത്തിൽ വഖ എന്ന അറബി പദത്തിൽ നിന്നുണ്ടായതാണ്. അറബി പദം അതിൻ്റെ അർത്ഥം തടുത്ത് നിർത്തുക, അല്ലെങ്കിൽ സൂക്ഷിക്കുക, ചെന്ന് ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അപകടം ഉണ്ടാവുമെന്ന് തോന്നുമ്പോൾ കാണുന്ന ഒരു സൂക്ഷ്മത പാലിക്കുന്നതിനുണ്ട്. അതിനാണ് പറയാ. ഉമർ ബിൻ ഖത്താബിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഒരു ഭൂമിയിലൂടെ, ഒരു നിലത്തൂടെ നീ നടക്കുക എന്ന് വിചാരിച്ചോ. അവിടെ കല്ലും മുള്ളും കുപ്പിച്ചില്ലും എല്ലാം നിറഞ്ഞ ഒരു വഴിയിലൂടെ, ഒരു റോട്ടിലൂടെ നീ നടക്കുകയാണെങ്കിൽ ആ നടത്തത്തിൽ നീ ഒരു കല്ലും മുള്ളും കുപ്പിച്ചില്ലൊന്നും കാലിൽ തറക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പും വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമല്ലോ. ആ പോക്കാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ജീവിതം, മനുഷ്യജീവിതം, ഭൗതിക ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതുപോലെയാണ്. എല്ലാ അർത്ഥത്തിലുള്ള പല അപകടങ്ങളും നമ്മളുടെ ജീവിത പാതയ്ക്ക് മുമ്പിലുണ്ട്. പലതരം രീതിയിലുള്ള പ്രലോഭനങ്ങൾ നമ്മളുണ്ട്. എല്ലാ വഴികളിലേക്കും നമ്മളെ വിളിക്കുന്ന, നമുക്കതിന് സൗകര്യം ചെയ്തു തരുന്ന ഈ ശരിയായ നല്ല പാതയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന പല ഘടകങ്ങളുണ്ട്. കല്ലും മുള്ളും കുപ്പിച്ചില്ലൊക്കെ നിറഞ്ഞ ഒരു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ എത്ര സൂക്ഷിച്ചാണ് നമ്മൾ കാലൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ ജീവിതം നമ്മൾ ആ സൂക്ഷ്മതയോട് കൂടി മുന്നോട്ട് നയിക്കുക എന്നാണ് ഉമർ ഖത്താബ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോധം ഏത് സംഗതി ആകുമ്പോഴും, എല്ലാറ്റിനും അണ്ട് ഭാഗവാക്കല്ല, ഏത് കാര്യങ്ങളാകുമ്പോഴും, എന്ത് പ്രവർത്തിക്കുമ്പോഴും, നമ്മളെ ജീവിതത്തിലെ സാമ്പത്തിക രംഗമാണെങ്കിലും അതുപോലെ മറ്റേത് വിഷയങ്ങളാണെങ്കിലും, ജീവിതത്തിൽ എന്ത് വിഷയങ്ങളാണെങ്കിലും, ഒരു വിശ്വാസി എന്ന നിലക്ക് എനിക്ക് അത് എത്രത്തോളം എങ്ങനെ അതിൽ മുന്നോട്ട് പോകാം എന്ന ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടത്. അല്ലാതെ നമ്മൾ നിസ്കരിക്കാൻ സമയമാകുമ്പോൾ ഓടി വന്ന് പള്ളി വന്ന് നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ തോന്നിയ പോലെ ജീവിക്കുക, അങ്ങനെയല്ല. അങ്ങനെ പല ആളുകളുണ്ട്. അവർ നിസ്കരിക്കും, അതുപോലെ തന്നെ ആ സമയത്തൊക്കെ ഓടി വന്ന് ചെയ്യും. പിന്നെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങൾ എടുത്തു നോക്കിയാൽ, കച്ചവടം നോക്കിയാലോ മറ്റുള്ള ഇടപാടുകൾ നോക്കിയാലോ അതല്ലെങ്കിൽ സംസാരമോ, ഇങ്ങനെ ഓരോ ജീവിതത്തിന്റെ മറ്റു പല രംഗങ്ങളിലും അവിടെ ഒന്നും ഈ നിസ്കാരത്തിന്റെ ആ ഫലം അവിടെ കാണൂല, അതിന്റെ ഒരു മെച്ചം അവിടെ ഉണ്ടാകില്ല. അങ്ങനെയല്ല, ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഈ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്താ സൂക്ഷിക്കുക? നാളെ നരകത്തിൽ വീഴുന്ന ഏർപ്പാട് ആകാൻ പാടില്ല. ഈ സൂക്ഷിക്കേണ്ടത് നരകത്തിൽ വീഴുന്നതിനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. നാളെ മരിച്ചെന്നതിന് ശേഷം നരകത്തിൽ എത്തിപ്പോകോ എന്ന് നമ്മൾ ഓരോ സംഗതി ചെയ്യുമ്പോഴും ആലോചിച്ച് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് യഥാർത്ഥത്തിൽ തഖ്വ. അങ്ങനത്തെ ആളുകൾക്കാണ് ഇന്നലിൽ മുത്തഖീന മഫാസ എന്ന് പറഞ്ഞിട്ട് അവർക്കാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുക. പരലോക വിജയം, സ്വർഗം, ഇതൊക്കെ അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടെ മനസ്സിനെ പാകമാക്കേണ്ടതുണ്ട്. മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, മനുഷ്യന് തെറ്റിലേക്ക് പോകാനും കഴിയും, നന്മയിലേക്ക് പോകാനും കഴിയും. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. അവന്റെ മുമ്പിൽ പലതരം പ്രലോഭനങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനല്ലേ കരളുറപ്പ് വേണമെന്ന് നമ്മൾ പറഞ്ഞ പോലെ, നല്ല ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് നല്ല ഉറപ്പ് വേണം, അല്ല ഈമാൻ വേണം, ശക്തി വേണം, ഭക്തി വേണം. ആ ഭക്തിയും ശക്തിയും ഈമാനും ഒക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു തന്ന ഒരു ആരാധനാ കർമ്മമാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇത് തന്നെയാണ്. ഈ ഒരു ബോധം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന് പാകത്തപ്പെട്ട രീതിയിൽ അല്ലാഹു എല്ലാം സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ ഈ തഖ്വയിലൂടെ നമ്മൾ സ്വർഗത്തിലെത്തണം. അതാണ് പ്രഥമമായി ഈ ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗത്തെ സംബന്ധിച്ച് അർളുഹ സമാവാതു വൽ അർദ് ഉഇദ്ദത്തിൽ മുത്തഖീൻ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അത് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചതാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
എന്നാൽ ഈ തഖ്വയോട് കൂടി ജീവിക്കുമ്പോൾ ഇതിന് ഭൗതികമായും നമുക്ക് പല ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അതും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലേക്കുള്ള ചില സൂചനകളാണ് ഇവിടെ ഞാൻ ഈ ഓതിയ ആയത്തുകളിലുള്ളത്. അതിലൊന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിൽ 29-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അല്ലെങ്കിൽ തഖ്വയോട് കൂടി നിങ്ങൾ ജീവിച്ചാൽ യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സത്യവും അസത്യവും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ചെയ്യാവുന്നത് എന്താണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, ഇത് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ നമ്മുടെ മനസ്സിൽ അതെനിക്ക് പറ്റൂല, അത് ഞാൻ ചെയ്യേണ്ട സംഗതിയല്ല എന്ന് ഒരു കൃത്യമായ ഒരു ബോധ്യം അവന് ഈ നിലയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാവും. അതിനാണ് ഫുർഖാൻ എന്ന് പറയാം. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാം. അപ്പോൾ ഈ സത്യവും അസത്യം വേർതിരിച്ചറിയാതെ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് അറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്, ധാരാളം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ല ഏതിന് ശരിയായ പാത ഏതാണെന്നും അറിയില്ല. പക്ഷേ ഈ ഒരു സൂക്ഷ്മത മരണാനന്തര ജീവിതത്തിൽ ഞാൻ നരകത്തിൽ പോകരുത് എന്നൊരു ബോധം മനസ്സിലുണ്ടായി അതനുസരിച്ച് ജീവിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അവന് ഏത് പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴും അവൻ അങ്ങനെ ഒരു വിവേചന കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുക, യജ്അലക്കും ഫുർഖാനൻ. പിന്നെ അതിന്റെ പാരത്രികമായ വലിയ ഒരു നേട്ടമായി പറഞ്ഞതാണ് തുടർന്ന് പറഞ്ഞത്, ഓ യുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ചെറുപാപങ്ങളൊക്കെ അവൻ നമ്മൾക്ക് പുറത്തരും. ഇപ്പൊ ചെറുപാപങ്ങൾ നമ്മൾ ചെയ്യുന്നത് ധാരാളമുണ്ട്, വൻപാപങ്ങൾ ചെയ്യുന്നത് ധാരാളം. ഈ ചെറുപാപങ്ങൾ വൻപാപങ്ങളിൽ നമ്മൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത ഒരുപാട് പാപങ്ങളുണ്ട്. അതിൽ അള്ളാഹു ശപിച്ച ചില പലിശ വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പലിശ വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന പാപങ്ങളാണ് പണ്ഡിതന്മാർ അതൊക്കെ വൻ പാപങ്ങളായി പറഞ്ഞതാണ്. അതുപോലെ തന്നെ വലിയ ഭൗതികമായി തന്നെ വലിയ ശിക്ഷ നമുക്ക് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഇപ്പൊ വ്യഭിചാരം, അതുപോലെ തന്നെ സദ്വൃത്തരായ നല്ല മനുഷ്യന്മാരെ പറ്റി അവരെ വ്യഭിചാര ആരോപണം നടത്തുക, അതുപോലെ കൊലപാതകം നടത്തുക, കള്ളു കുടിക്കുക, ഇത്തരം സംഗതികളൊക്കെ വൻ പാപങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക, ശിർക്ക്, ഏറ്റവും വലിയ പാപമായിക്കൊണ്ട് വിശ്വാസികളിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ പാപമാണ്. ദൈവവിശ്വാസികളിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ പാപം അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. അഥവാ അള്ളാഹു അല്ലാത്ത മറ്റ് സൃഷ്ടിജാലങ്ങളോട് പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക, അഭൗതികമായ രീതിയിൽ അവരോട് സഹായം തേടുക, അതൊക്കെയാണ് ഇപ്പൊ ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറേ വൻ പാപങ്ങളുണ്ട്. അതോടൊപ്പം ചെറുപാപങ്ങൾ കുറേ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ അറിയാതെ നമ്മൾ പത്രം വായിക്കുമ്പോൾ, ടി വി കാണുമ്പോൾ, അങ്ങാടി കൂടെ നടന്നു പോകുമ്പോൾ, ഒന്ന് നാലാൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ അപ്പോഴൊക്കെ വരുന്ന ചെറിയ ചെറിയ പാപങ്ങളുണ്ടാവും. ഈ ഏത് രംഗത്തും ഏത് സന്ദർഭത്തിൽ പോകുമ്പോഴും നമ്മളൊക്കെ പാപമുക്തമായി ഇങ്ങനെ ജീവിക്കല്ല, അതറിഞ്ഞും അറിയാതെ നമ്മളിൽ ഇങ്ങനെ വന്നു പോകുന്ന ധാരാളമുണ്ട്. ആ പാപങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായി നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മളുടെ ഇബാദത്തുകളെ കൊണ്ട് തന്നെ അത് കുറേ അങ്ങനെ മാഞ്ഞു പോകും. അത് ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ കുറേ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ മറ്റൊരു ഭാഗത്തുകൂടെ നമ്മൾ ചെയ്യുന്ന നമസ്കാരം, അതുപോലെ സൽക്കർമ്മങ്ങൾ, മറ്റുള്ള ആളുകൾക്ക് നൽകുന്ന സേവനങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതങ്ങനെ മാഞ്ഞു പോകും. അങ്ങനെ അതൊരു വലിയ നേട്ടമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ നിന്ന് വരുന്ന ഇത്തരം പാപങ്ങളൊക്കെ അവന് മായ്ച്ചു കൊടുക്കും. വയുകഫിറു അൻകും സയ്യിആതികും, പാപങ്ങൾ ചെറുപാപങ്ങളൊക്കെ നീക്കിക്കൊടുക്കും. വയഗ്ഫിർ ലക്കും, അള്ളാഹു അവന്റെ വലിയ പാപങ്ങളൊക്കെ അവന് പുറത്തും കൊടുക്കും. ഇതൊക്കെ ഈ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ഭൗതികമായി ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഖുർആൻ പറഞ്ഞത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ എന്നുള്ളതാണ്. ഒരു പോംവഴി ജീവിതത്തിലുണ്ടാവും. അതൊരു വലിയ കാര്യമാണ്. എല്ലാ തലങ്ങളിലും നമ്മളൊക്കെ ഒരുപാട് വിഷയങ്ങളിലൊക്കെ പോംവഴി
ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുടുങ്ങിപ്പോകുന്ന രംഗങ്ങളുണ്ട്. എങ്ങനെ ഇതിൽ നിന്നൊന്ന് കഴിച്ചിലായി പോകും എന്ന് വിചാരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകാം, കുടുംബപരമായ ജീവിതത്തിൽ വന്നേക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളിൽ വന്നേക്കാം, മക്കളുടെ പ്രശ്നത്തിൽ വന്നേക്കാം, അഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടേണ്ടിയിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, അങ്ങനെ നമ്മളൊരു മഹ്റജ്, ഒരു എക്സിറ്റ് തേടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ഈ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് അത്തരം സംഗതികളിൽ നിന്നൊക്കെ മഖ്റജൻ, അവൻ ഇങ്ങനെ ഒരു പോംവഴി, ഒരു പുറത്തേക്ക് കടക്കാൻ ഉള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി പറഞ്ഞ മിൻ ഹൈസു ലാ യഹ്തസിബ്, തഖ്വന്റെ അടിസ്ഥാനത്തിൽ അള്ളാനെ പേടിച്ചുകൊണ്ട് നരകത്ത് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇതൊരു പാപമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്ന്, നമുക്ക് വളരെ ഗുണം കിട്ടുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മാറി നിന്നു എന്ന് വിചാരിക്കുക. ഒരു ജോലി എന്ന് വിചാരിക്കുക. ആ ജോലി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. പക്ഷേ അത് ആലോചിച്ച് നോക്കുമ്പോൾ അത് എനിക്ക് തീരെ യോജിക്കുന്ന ഒരു സംഗതിയല്ല. ഏതെങ്കിലും ഒരു മദ്യ ഷാപ്പ്, സർക്കാർ ജോലിയാണ്, മദ്യഷാപ്പിന് മദ്യം വിളമ്പി കൊടുക്കുന്ന ഒരു ജോലിയാണ് ഇപ്പം എനിക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വിശ്വാസി ആലോചിക്കുകയാണ്, അവൻ ആലോചിക്കുകയാണ്, പടച്ചോനെ PSC കിട്ടിയതാണ്, ഇതിൽ നിന്നിപ്പോൾ ഞാൻ ഇതാണ്ട് ഒഴിവാക്കിയാൽ എന്താ ഞാൻ ചെയ്യുക? പക്ഷേ എന്താ ചെയ്യത്? ഹറാമാണല്ലോ, മദ്യം വിളമ്പി കൊടുക്കുന്ന ഒരു ജോലി ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന ആ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത് എന്താകും എന്ന ഒരു ബോധ്യത്തിന്റെ അല്ലെങ്കിൽ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സംഗതി വേണ്ട എന്നൊരാളാണ് വിചാരിച്ചാൽ, അയാൾ ആ രീതിയിൽ ആ ഹറാമായത് എനിക്ക് വേണ്ട, ഹറാമായ സമ്പാദ്യം വേണ്ട എന്ന് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരുപാട് സാധ്യതകളുടെ സന്ദർഭത്തിൽ ഹറാമാണ് എനിക്ക് വേണ്ട എന്നൊരാളാണ് തീരുമാനിച്ചാൽ, അതോടുകൂടി അവനോട് പല ആളുകളും പറയുന്നുണ്ടാവും, എടാ കുടുങ്ങിപ്പോകും, ഇതുകൊണ്ട് ഇതാവും, ഇത്ര ഒരു ചാൻസ് നഷ്ടപ്പെടുത്തുന്നതിനാ, വേറെ ജോലി കിട്ടുമ്പോൾ അത് നോക്കാം, ഇപ്പൊ ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ മനസ്സിൽ അതൊന്നും വകവെക്കാതെ അതങ്ങോട്ട് കൈവിട്ടു പോയി എന്ന് വിചാരിക്കുക. വേണ്ടെന്നാണ് തീരുമാനിച്ചാൽ അവൻ അതുകൊണ്ട് ഒരിക്കലും കുടുങ്ങിപ്പോകും എന്ന് വിചാരിക്കണ്ട. അവൻ ഈ ബോധത്തോടു കൂടിയാണ്, തഖ്വയോട് കൂടിയാണ് ആ സംഗതി ചെയ്തതെങ്കിൽ അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവന് ആഹാരത്തിനുള്ള വഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്ന, പ്രതീക്ഷിക്കാത്ത വഴി. അപ്പൊ നമ്മളൊക്കെ പല ആളുകൾക്കും ജീവിതത്തിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്കൊക്കെ അറിയും, നമ്മളൊക്കെ പല രംഗത്ത് എത്തിയിട്ടുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ഇങ്ങനെ അതേ ആ റൂട്ടിൽ തന്നെ പോയിട്ടാവില്ല. വളരെ അപ്രതീക്ഷിതമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് പല രീതിയിലും നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക്, നമ്മുടെ മഈശത്തിനുള്ള വഴി അങ്ങനെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾക്ക് കിട്ടും. അപ്പോ മുഴുവൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല, അള്ളാഹു നിശ്ചയിക്കുന്ന രീതിയിലാണ് അള്ളാഹു ഓരോരുത്തർക്കും മഈശത്തിനുള്ള വക ഉണ്ടാക്കി തരുന്നത്. നമ്മൾ ശ്രമിക്കും, ശ്രമം കുറെ ഫലപ്പെടും, ചിലത് ഫലപ്പെടില്ല. പക്ഷെ അവിടെയൊക്കെ ഈ ഒരു സൂക്ഷ്മത, ഹറാമിനോട് ഉള്ള, ഹറാമ് വേണ്ട എന്നുള്ള ഒരു സൂക്ഷ്മതയോട് കൂടി നിന്നാൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ മഈശത്തിന് നിങ്ങൾക്ക് അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി തരും എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. പിന്നെ നാലാമത്തെ ഒരു കാര്യം അതുപോലെ പറഞ്ഞത് ഇതാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അവന്റെ ഏത് പ്രശ്നവും അവന് ലഘുവായി തോന്നും. ഭയങ്കര പ്രശ്നം, വേറെ ചില ആളുകൾക്കൊക്കെ ചില പ്രശ്നങ്ങൾ അവന് വളരെ വളരെ പ്രയാസകരമാകുമ്പോഴാണ് മനുഷ്യന്മാർ ഒന്നാകെ ഈ ആത്മഹത്യ ചെയ്യാൻ. ഇക്കാലത്തൊക്കെ നമ്മൾ പത്രത്തിൽ ധാരാളം കാണുന്നതാണ് കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നത്, ഒറ്റക്ക് ആത്മഹത്യ ചെയ്യുന്നത്. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രേമനൈരാശ്യം വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മാർക്ക് കുറച്ച് കുറഞ്ഞു പോകുമ്പോഴോ, അങ്ങനെ എത്ര ചെറിയ അവനെ സംബന്ധിച്ച് ശരിയാണ്, ബാക്കിയുള്ളവർക്ക് ഇത് വളരെ ചെറിയ സംഗതിയാണെങ്കിലും അയാളെ സംബന്ധിച്ച് അത് വലിയ ഒരു ഗൗരവമേറിയ പ്രശ്നമായി അയാളുടെ മനസ്സിൽ അതങ്ങനെ തളം കെട്ടി നിൽക്കുമ്പോഴാണ് അയാൾ ഇനി യാതൊരു പോംവഴിയില്ല എന്ന് വിചാരിച്ച് അത് ആത്മഹത്യയിലേക്കാണ് പോകുന്നത്. ആ വിചാരിക്കുന്നത്. പക്ഷെ മനസ്സിൽ ഇതൊരു ലഘുവാണ്, ഇതത്ര ഗൗരവമല്ല, സാരല്ല, അതിനൊക്കെ വഴി ഉണ്ടാകും എന്നൊരാളെ മനസ്സിൽ തോന്നിയാൽ ഒരിക്കലും പിന്നെ അവൻ ആത്മഹത്യക്ക് പോകൂല.
നമുക്ക് ആത്മഹത്യയുടെ കേസുകളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, എന്താ ഇതിനൊക്കെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യും, അത് നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആകാശം ഇടിഞ്ഞു വീഴുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ ഒരു വിശ്വാസി ഈ തഖ്വയോട് കൂടി ജീവിക്കുന്ന ആൾക്ക് എത്ര ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രശ്നമാണെങ്കിലും അയാൾക്കത് വളരെ ലഘുവായിട്ടേ തോന്നുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അവന്റെ കാര്യങ്ങളൊക്കെ പോലെ യുസ്റായിരിക്കും, എളുപ്പമുള്ളത്. അതിപ്പം അത്ര വലിയ പ്രശ്നമാണ്. ബാക്കിയുള്ള ആളുകൾ എങ്ങനെ നീ പിടിച്ചു നിൽക്കുന്നത്, എന്താ ഈ സംഭവിച്ചത്, ഇതൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവന്റെ മനസ്സിൽ എന്തേ ഉണ്ടാവുള്ളൂ, ഇവന്റെ മനസ്സിൽ എന്താ അതിലുള്ളത്, സാധാരണ ഒരു കാര്യം എന്നതിൽ കവിഞ്ഞ് അവന്റെ മനസ്സിലുണ്ടാവില്ല. അവനാന്റെ മനസ്സിൽ എന്താണ്, ഒന്നിനെ പറ്റി എന്ത് സ്വാധീനം ചെലുത്തുന്നു, അതാണ് നമ്മളുടെ പ്രവർത്തനങ്ങളായി നമ്മൾക്ക് മാറുന്നത്. അപ്പൊ ബാക്കിയുള്ളവരതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, ഞാൻ ഏതെങ്ങനെ കാണുന്നു അതിനനുസരിച്ചാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകൾ ഈ ബോധത്തോടു കൂടി പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു ലഘുവായ പ്രശ്നമായി തോന്നുന്നു, എന്താ പേരുള്ള സാരല്ല എന്നൊരു തോന്നൽ അവന്റെ മനസ്സിൽ ഇട്ട് കൊടുത്താൽ പിന്നെ അവൻ ഈ ആത്മഹത്യക്ക് പോകേണ്ട ആവശ്യമില്ല, അവനാകെ തകർന്നു പോകേണ്ട ആവശ്യമില്ല, അവന് പിന്നെ ജീവിതത്തിൽ തന്നെ നിരാശനാകേണ്ട ആവശ്യമില്ല. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അത് ഭൗതികമായി അവന് ശരിയായ അർത്ഥത്തിൽ ജീവിക്കാനുള്ള ഒരു വലിയ ഒരു അവസരം അവന് ലഭിക്കും. അപ്പൊ ഇതിനൊക്കെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ജീവിതം തന്നെ, ഭൗതികമായ ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് വലിയ അത്താണിയാണ് ഈ ചിന്ത, ഈ ബോധം. അള്ളാനെ പേടി, പടച്ചോനെ പേടി എന്ന് പറഞ്ഞ സംഗതി കൊണ്ട് നമുക്ക് കിട്ടുന്ന സംഗതിയാണ്. ഈ പടച്ചോനെ പേടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാനെ പേടിക്കണം, പടച്ചോനെ പേടി വേണം. പടച്ചോനെ പേടി എന്ന് പറഞ്ഞാൽ അതിനെ ഉദ്ദേശിക്കുന്നത് നരകത്തിന് പോകേണ്ടി വരുമോ എന്നുള്ള പേടിയാണ്. അപ്പം നരകത്തിൽ പോകേണ്ടി വരുമോ എന്നുള്ള പേടി വരുമ്പോഴാണ് പാപം ചെയ്യാതിരിക്കാൻ നമ്മൾക്ക് അതൊരു കാരണമായി മാറുന്നത്. പാപം ചെയ്യണ്ട എന്ന് നമ്മൾക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിത പ്രശ്നം അവർക്കൊരു വലിയ പ്രശ്നമാകൂല. ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങളും അവർക്ക് ഭയങ്കരമായി ഗുരുതരമായ ഒരു കാര്യമായി അവർ തോന്നൂല. ഒരു രോഗം പിടിപെട്ടു എന്ന് വിചാരിക്കുക, രോഗത്തെ പറ്റി അറിഞ്ഞു വളരെ മാരകമായ രോഗമാണ്, ഇനി അടുത്ത അധിക കാലമൊന്നും മുന്നോട്ട് പോകൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അതോടുകൂടി തകർന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇനി എന്തിനാ ഞാൻ ജീവിക്കണത്, ഇനി ഞാൻ എന്തിനാ തിന്നണത് എന്നൊക്കെ തോന്നുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു ബോധമുള്ള ആൾക്കാണെങ്കിൽ അയാൾക്ക് തോന്നും അതൊക്കെ പടച്ചോൻ വിധിച്ച സംഗതി, വരുമ്പോൾ വരുന്ന സമയത്ത് വരട്ടെ, അത്രേ അതിനെ സംബന്ധിച്ച് അയാൾക്ക് തോന്നുള്ളൂ. അതാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി, അവന്റെ കാര്യങ്ങളൊക്കെ യുസ്റ, എളുപ്പം, പ്രയാസകരമായി യാതൊന്നും ഉണ്ടാവില്ല, ഒക്കെ എളുപ്പമായിട്ട് മാത്രമേ അവന് തോന്നുള്ളൂ. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും സാരല്ല പോട്ടെ എന്ന ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റി അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും, ഈ ബോധം മനസ്സിലുണ്ടായാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തഖ്വ നമുക്ക് ഉണ്ടാകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അതിന് പ്രാർത്ഥിക്കണം, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അതാണ് ഉണ്ടായി കിട്ടിയ പിന്നെ ഈ പറഞ്ഞ മനസ്സ് നമുക്കാണ് കിട്ടും. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ എന്റെ മനസ്സിന് നീ തഖ്വ നൽകണമേ, വസക്കിഹാ, അതിനെ നീ ശുദ്ധീകരിച്ചു തരയണമേ എന്റെ മനസ്സിനെ, അന്ത ഖൈറു മൻ സക്കാഹ, നീയാണല്ലോ മനസ്സിനെ ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്നവൻ, അന്ത വലിയുഹ വ മൗലാഹ, ഈ മനസ്സിന്റെ ഉടമസ്ഥനും ഈ മനസ്സിനെ പരിപാലിക്കുന്നവനും നീയാണല്ലോ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നീ തഖ്വ നീ എൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട തഖ്വയുള്ള മനസ്സാക്കി മാറ്റണം. ആ ഒരൊറ്റ സാധനം നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കിട്ടിയാൽ ബാക്കി ഒന്നും പിന്നെ നമുക്ക് പ്രശ്നമുണ്ടാവില്ല. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു പ്രയാസം, ദുഃഖം, നിരാശ ഇങ്ങനത്തെ യാതൊന്നും ഉണ്ടാവില്ല. ഇത് മനസ്സിലങ്ങോട്ട് രൂഢമൂലമായി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ വഅൻത ഖൈറു മൻ സക്കാഹ എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതുപോലെ മറ്റൊരു പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഇതാണെന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ് വൽ ഗിന. അല്ലാഹുവോട് ചോദിക്കേണ്ട സംഗതികളാണ് അതൊക്കെ. പടച്ചോനോട് തന്നെയാണ് ഇതൊക്കെ ചോദിച്ചാൽ കിട്ടുക. ഒന്ന് സന്മാർഗം, പടച്ചോനെ നീ സന്മാർഗം നൽകണേ. തഖ്വ നൽകണമേ. വൽ അഫാഫ്,
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നീ നൽകണമേ. വൽഗിന, ഐശ്വര്യം നൽകണമേ. അപ്പൊ ജീവിതത്തിൽ ഐശ്വര്യം വേണം. അതുപോലെ എത്ര ഐശ്വര്യം കിട്ടി, എത്ര വലിയ ധനികനായാലും പല ആൾക്കാർക്കും എത്രയും തികയാത്ത ആളുകളുണ്ട്. എത്ര കിട്ടിയാലും ഓന് മതിയാവില്ല. പിന്നെയും അങ്ങോട്ട് ചാട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ത്വരയാണ്. ആ ത്വര ഇല്ലാതെ ഉള്ളത് നമുക്ക് തൃപ്തിപ്പെട്ട് മാന്യമായി ഹലാലായത് ഹലാലായി മാത്രം മതി എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയതിനാണ് അതിന് അസാഫ് എന്ന് പറയാം. ആ രീതിയിൽ ജീവിക്കാൻ കഴിയുക, തഖ്വയോട് ജീവിക്കാൻ കഴിയുക, സന്മാർഗത്തോട് കൂടി, ഇതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ട സംഗതികളാണ്. അത് നമുക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ, പിന്നെ നമുക്കൊരു പ്രയാസമില്ലാതെ മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ട് പോകാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, ഒരു മഹല്ലായി ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പം പരസ്പരം അറിയുന്നവരാണ്, ഈ നാട്ടുകാരാണ്. ഓരോ ആൾക്കാർക്കും ഈ നാട്ടിലെ ഓരോ വീടിനെ പറ്റി അറിയാം. പണ്ട് എല്ലാവർക്കും എല്ലാവരെ പറ്റിയും അറിയായിരുന്നു. നമ്മളൊരു വലിയ നഗരമൊന്നും ആകാത്ത കാലത്ത് ഓരോ വീട്ടിലെയും കുട്ടികളും മുതിർന്നവരും ആരാണ്, ഇന്നവരാരെ മക്കളാണ് എന്ന് ഇത്യാദി വളരെ ഡീറ്റെയിലായിട്ട് നമുക്കെല്ലാം അറിയാമായിരുന്നു. പിന്നെ നാട് കുറച്ച് വികസിച്ച് വലിയ ഒരു നഗര രംഗത്തേക്ക് വന്നു. അപ്പോൾ ആ അറിവ് സ്വാഭാവികമായി ഇങ്ങനെ കുറഞ്ഞു വന്നു. മുതിർന്ന ആളുകൾക്കൊക്കെ എപ്പോഴും പരസ്പരം എല്ലാവരെയും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ മുതിർന്നവർക്ക് കഴിയും. പക്ഷേ നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴും ആരാണ് ഏതാണ് എന്നൊന്നും പലപ്പോഴും തമ്മിൽ അറിയാത്ത ആ ഒരു കാലമാണ്. പക്ഷെ അങ്ങനെ ആയാൽ പോരാ. നമ്മളെല്ലാവരും പരസ്പരം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ഈ അയൽക്കൂട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. ആ ഒരു സംവിധാനം പണ്ട് മുതലേ സർക്കാർ തലത്തിലും എല്ലാ തലങ്ങളിലൊക്കെ അയൽക്കൂട്ടങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയാണ്. സ്വന്തം അയൽവാസിയുടെ അവസ്ഥ എന്താണ് എന്ന് അറിയാത്ത ഒരു അയൽവാസിയെ സംബന്ധിച്ച് ഒരു വിശ്വാസി ആണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പലപ്പോഴും നമ്മൾക്ക് അറിയാം. അയൽവാസിന് പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയൽവാസി ആരാണ്, എന്താ അവന്റെ അവസ്ഥ, അല്ലെങ്കിൽ ജീവിതാവസ്ഥ എന്താ, ഇതൊക്കെ പരസ്പരം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ, ഒരു മഹല്ലിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. പല കുടുംബങ്ങളുടെയും കുടുംബ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ പല വീടുകളിലെ മക്കളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ധാരാളം രക്ഷിതാക്കൾ നമ്മളെ മഹല്ലുകളിലൊക്കെ ഉണ്ട്. എന്താ അപ്പം അതിനൊക്കെ ഒരു പരിഹാരം, എങ്ങനെയാണ് ഇതിനൊക്കെ പരിഹാരം എന്നുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന, അതിലൊക്കെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മൾ കൂടി, ഇപ്പോൾ നമ്മളെ ഈ പള്ളിയുടെ നേതൃത്വത്തിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അയൽക്കൂട്ടങ്ങളും ഇവിടെ പള്ളിയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ നല്ല ഒരു പാഠങ്ങൾ പഠിപ്പിക്കുന്ന സംഗതികൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളുടെ കുട്ടികളും നമ്മളുമായുള്ള ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി വരിക. അപ്പോൾ അത്തരം ഒരു സംവിധാനം നമ്മളുടെ മഹല്ലിൽ സംവിധാനിച്ചിരിക്കുകയാണ്. ഇന്നാണ് നമ്മൾ ഈ മഹല്ലിലെ ഒരു സംഗമമായിക്കൊണ്ട് നമ്മൾ അറബി കോളേജിൽ വെച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഇത്തരം സതുദ്ദേശത്തോടു കൂടി ഇത്തരം സംഗതികളിൽ ഓരോരുത്തരും അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകൾ പങ്കെടുക്കുക. പ്രത്യേകിച്ചും നമ്മളുടെ യുവാക്കൾ, കുട്ടികൾ, പെൺകുട്ടികൾ, അതുപോലെ പിന്നെ ആൺകുട്ടികളൊക്കെ അവരൊക്കെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പലതിനെ പറ്റി അവർക്ക് പല കാര്യങ്ങളും അറിയില്ല. ജീവിത പ്രശ്നങ്ങളും അതിനെപ്പറ്റി അറിയേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ ഇടയിലുള്ള പുഴുക്കുത്തുകൾ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. നമ്മളുടെ നന്മകൾ എന്താണ്, തിന്മകൾ അറിയേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഹൃദ്യമായ ജീവിതം
ഭംഗിയായി സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകണം. അത്തരം ആ സംരംഭം നമ്മൾ ഇന്ന് മഗ്‌രിബിന് ശേഷമുള്ള ആ കാര്യം പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുക. അള്ളാഹു കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.